കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചൻ മാ കർമ്മഫലഹേതുർഭൂർമാ തേ സംഗോസ്ത്വകർമ്മണി. ഭഗവത്ഗീതയിലെ ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ കടമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഫലത്തെക്കുറിച്ച് ആശങ്കപ്പെടാതിരിക്കാനുമാണ്. ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യുന്നവനാണ് യഥാർത്ഥ കർമ്മയോഗി. ഈ ലോകത്ത് ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ നമുക്കുവേണ്ടി കർമ്മം ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ അമ്മ മാത്രമാണ്. സ്വന്തം ജീവിതം പോലും മറന്ന് രാവും പകലും നമുക്കായി ജീവിക്കുന്ന ഒരേ ഒരു വ്യക്തി. ആ അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുത് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് കണ്ണടച്ച് നിങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോവുക. ആദ്യമായി നിങ്ങളുടെ കുഞ്ഞിക്കൈകളിൽ പിടിച്ച ആ വിരലുകൾ, നിങ്ങൾ ആദ്യമായി കരഞ്ഞപ്പോൾ നിങ്ങളുടെ കണ്ണുനീർ തുടച്ച ആ കൈകൾ, നിങ്ങൾ ആദ്യമായി വീണപ്പോൾ നിങ്ങളെ താങ്ങിയ ആ കരവലയം, എല്ലാം ഒരേ ഒരാളുടേതായിരുന്നു, നിങ്ങളുടെ അമ്മയുടെ. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഒതുക്കിയിരിക്കുന്ന അത്ഭുതം. നമ്മൾ എത്ര വളർന്നാലും ഏതൊക്കെ ഉന്നത സ്ഥാനങ്ങളിലെത്തിയാലും ആ അമ്മയുടെ മുന്നിൽ നമ്മളെപ്പോഴും ഒരു കുട്ടിയാണ്. പക്ഷേ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പുതിയ ബന്ധങ്ങളുടെയും പുതിയ ഉത്തരവാദിത്തങ്ങളുടെയും ഭാരത്തിൽ നമ്മൾ പലപ്പോഴും ആ സത്യം മറന്നുപോകുന്നു. നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ആ അമ്മയുടെ ഹൃദയം വേദനിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ അല്ലെങ്കിൽ അറിയാതെ പോലും നമ്മൾ പറയുന്ന ചില വാക്കുകൾ ഒരു വാൾമുന പോലെ ആ അമ്മയുടെ ഹൃദയത്തിൽ എത്ര ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ടാകും. നമ്മുടെ ഇതിഹാസങ്ങൾ, രാമായണവും മഹാഭാരതവും വെറും കഥകളല്ല, അവ ജീവിതത്തിന്റെ പാഠപുസ്തകങ്ങളാണ്. അമ്മ എന്ന മഹത്തായ പദവിയെക്കുറിച്ച്, അമ്മയുടെ സ്നേഹത്തിന്റെ ആഴത്തെക്കുറിച്ച്, ആ അമ്മയെ വേദനിപ്പിച്ചാൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ പൂർവികർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ആ കഥകളിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. ആധുനിക കാലഘട്ടത്തിലെ നമ്മുടെ ജീവിതവുമായി ആ കഥകളെ ഒന്ന് ചേർത്ത് വായിക്കാം. ആദ്യം നമുക്ക് രാമായണത്തിലേക്ക് പോകാം. അയോധ്യയിലെ ദശരഥ മഹാരാജാവിന്റെയും കൗസല്യയുടെയും പുത്രനായ ശ്രീരാമന്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാം. ധർമ്മത്തിന്റെ മൂർത്തിമദ്ഭാവമായിരുന്ന ശ്രീരാമൻ. എന്നാൽ രാമന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം വരുന്നത് അദ്ദേഹത്തെ ഏറ്റവും സ്നേഹിച്ചിരുന്ന അമ്മമാരിലൊരാളായ കൈകേയിയിൽ നിന്നായിരുന്നു. അയോധ്യയിൽ ഉത്സവപ്രതീതിയായിരുന്നു. ദശരഥ മഹാരാജാവ് തന്റെ മൂത്തപുത്രനായ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ജനങ്ങൾ ആഹ്ലാദത്തിമിർപ്പിലാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട രാജകുമാരൻ ഭരണമേൽക്കാൻ പോകുന്നു. കൗസല്യയും സുമിത്രയും ആനന്ദത്തിലാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് കൈകേയിയായിരുന്നു. കാരണം സ്വന്തം മകനായ ഭരതനേക്കാൾ ഒരുപക്ഷെ അവർ സ്നേഹിച്ചിരുന്നത് രാമനെയായിരുന്നു. പക്ഷേ അവിടെയാണ് വിധിയുടെ ക്രൂരമായ ഇടപെടലുണ്ടാകുന്നത്. കൈകേയിയുടെ ദാസിയായ മന്ധരയുടെ രൂപത്തിൽ. മന്ധരയുടെ സ്വാർത്ഥം നിറഞ്ഞ വാക്കുകൾ കൈകേയിയുടെ മനസ്സിൽ വിഷം നിറച്ചു. രാമൻ രാജാവായാൽ നിന്റെ സ്ഥാനം ഒന്നുമല്ലാതാകും. ഭരതൻ രാമന്റെ ദാസനായി ജീവിക്കേണ്ടിവരും. കൗസല്യ രാജമാതാവാകുമ്പോൾ നീ വെറുമൊരു ദാസിയെപ്പോലെയാകും. ഈ വാക്കുകൾ കൈകേയിയുടെ ചിന്തകളെ മാറ്റിമറിച്ചു. സ്നേഹം കൊണ്ട് നിറഞ്ഞിരുന്ന ആ ഹൃദയത്തിൽ സ്വാർത്ഥതയും ഭയവും അസൂയയും മുളപൊട്ടി. അവർ ദശരഥ മഹാരാജാവിനോട് പണ്ടു നൽകിയ 2 വരങ്ങൾ ആവശ്യപ്പെട്ടു. 1, തന്റെ മകൻ ഭരതനെ രാജാവായി വാഴിക്കണം. 2, രാമൻ 14 വർഷം വനവാസത്തിന് പോകണം. ഇത് കേട്ട ദശരഥൻ തകർന്നുപോയി. സിംഹാസനത്തിൽ ബോധനഖനിയായി വീണു. സൂര്യവംശത്തിന്റെ അഭിമാനമായ സർവ്വഗുണസമ്പന്നനായ തന്റെ പ്രിയപുത്രനെ കാട്ടിലേക്കയക്കുകയോ അത് ചിന്തിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഈ വാർത്തയറിഞ്ഞ രാമൻ എന്തു ചെയ്തു? അദ്ദേഹം കൈകേയിയെ കുറ്റപ്പെടുത്തിയോ? തനിക്ക് കിട്ടേണ്ട രാജ്യം തട്ടിയെടുത്ത രണ്ടാനമ്മയോട് അദ്ദേഹം കോപിച്ചോ? ഇല്ല. ഒരു വാക്കുപോലും മറുത്തുപറയാതെ ശാന്തമായ മുഖത്തോടെ രാമൻ ആ തീരുമാനം അംഗീകരിച്ചു. കാരണം രാമൻ അറിയാമായിരുന്നു, ഇത് അമ്മയുടെ വാക്കുകളാണ്. അമ്മയുടെ ആഗ്രഹം നിറവേറ്റേണ്ടത് മകന്റെ ധർമ്മമാണ്. കൈകേയിയുടെ മനസ്സു മാറിയതിനു പിന്നിൽ എന്ത് കാരണമുണ്ടായാലും ആ അമ്മയുടെ വാക്കുപാലിക്കുക എന്നത് തന്റെ പരമമായ കർത്തവ്യമാണെന്ന് രാമൻ വിശ്വസിച്ചു. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. രാമന് വേണമെങ്കിൽ എതിർക്കാമായിരുന്നു. അയോധ്യയിലെ ജനങ്ങളും സൈന്യവും രാമന്റെ കൂടെ നിന്നേനെ. പക്ഷെ രാമൻ അത് ചെയ്തില്ല. കാരണം ഒരു സാമ്രാജ്യത്തെക്കാൾ വലുതാണ് അമ്മയുടെ വാക്ക് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് നേടുന്ന ഒരു സാമ്രാജ്യത്തിനും നിലനിൽപ്പില്ല എന്ന് രാമൻ അറിയാമായിരുന്നു. ഇന്നത്തെ കാലത്ത് നമ്മളോ അമ്മയുടെ ചെറിയൊരാഗ്രഹം പോലും അത് നമ്മുടെ ഇഷ്ടങ്ങൾക്കെതിരാണെങ്കിൽ നമ്മൾ എത്ര പെട്ടെന്നാണ് ദേഷ്യപ്പെടുന്നത്. അമ്മയ്ക്കിതൊന്നും അറിയില്ല, കാലം മാറി എന്നു പറഞ്ഞ് നമ്മൾ ആ സ്നേഹത്തെ പുച്ഛത്തോടെ തള്ളിക്കളയുന്നു. പക്ഷെ ഓർക്കുക, നമ്മളെക്കാൾ കൂടുതൽ ലോകം കണ്ടവരാണവർ. അവരുടെ അനുഭവങ്ങൾക്ക് നമ്മുടെ അറിവിനേക്കാൾ വിലയുണ്ട്. രാമൻ വനവാസത്തിനു പോയപ്പോൾ അയോധ്യ ഒരു മൗനത്തിന്റെ താഴ്വരയായി മാറി. ദശരഥ മഹാരാജാവ് പുത്രദുഃഖത്താൽ ഹൃദയം പൊട്ടി മരിച്ചു. കൈകേയിക്ക് എന്തു ലഭിച്ചു?
അവർ ആഗ്രഹിച്ച സിംഹാസനം അവരുടെ മകനായ ഭരതൻ നിരസിച്ചു. അമ്മേ, എനിക്കീ സിംഹാസനം വേണ്ട. ജ്യേഷ്ഠൻ രാമൻ കാട്ടിൽ കഷ്ടപ്പെടുമ്പോൾ എനിക്കെങ്ങനെ ഈ കൊട്ടാരത്തിൽ സുഖമായി ജീവിക്കാൻ കഴിയും? നിങ്ങൾ ചെയ്തത് വലിയൊരു അധർമ്മമാണ്. ഭരതന്റെ ഈ വാക്കുകൾ കേട്ട് കൈകേയി തകർന്നുപോയി. അവർ നേടിയത് വെറുപ്പും അപമാനവും മാത്രം. മകന്റെ കണ്ണുകളിൽ താനൊരു കുറ്റവാളിയായി മാറിയെന്ന യാഥാർത്ഥ്യം അവരെ ഓരോ നിമിഷവും വേട്ടയാടി. സ്വന്തം മകനുപോലും വേണ്ടാത്ത ഒരമ്മയായി അവർ മാറി. സ്നേഹബന്ധങ്ങളെ മുറിവേൽപ്പിച്ചുകൊണ്ട് നമ്മൾ നേടുന്നതൊന്നും നമുക്ക് സന്തോഷം തരില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൈകേയിയുടെ ജീവിതം. ഇനി നമുക്ക് രാമന്റെ സ്വന്തം അമ്മയായ കൗസല്യയുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. രാജമാതാവാകാൻ തയ്യാറെടുത്തിരുന്ന ആ അമ്മയ്ക്ക് തന്റെ പ്രിയപുത്രൻ മരവുരിയൊടുത്ത് കാട്ടിലേക്ക് പോകുന്നത് നിസ്സഹായയായി നോക്കി നിൽക്കേണ്ടി വന്നു. അവരുടെ ഹൃദയം എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ അമ്മ രാമനെ ശപിച്ചില്ല, കൈകേയിയെ കുറ്റപ്പെടുത്തിയതുമില്ല. മകന്റെ ധർമ്മത്തിന് തടസ്സമാകാതെ നെഞ്ചുപൊട്ടുന്ന വേദനയോടെ അവർ അവനെ യാത്രയാക്കി. ഇതാണ് അമ്മ. സ്വന്തം സന്തോഷങ്ങളെക്കാൾ മക്കളുടെ തീരുമാനങ്ങളെയും അവരുടെ ധർമ്മത്തെയും ബഹുമാനിക്കുന്നവൾ. എന്നാൽ നമ്മളോ? നമ്മുടെ അമ്മമാർ നമ്മുടെ നന്മയ്ക്കു വേണ്ടി എന്തെങ്കിലും പറയുമ്പോൾ എന്നെ ഭരിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് നമ്മൾ അവരെ എത്ര എളുപ്പത്തിൽ മുറിവേൽപ്പിക്കുന്നു. ഇനി നമുക്ക് മഹാഭാരതത്തിലെ ഒരു കഥയിലേക്ക് വരാം. ഇതൊരമ്മയുടെ നിസ്സഹായതയുടെയും ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടുനിന്ന വേദനയുടെയും കഥയാണ്. കുന്തിയുടെയും കർണന്റെയും കഥ. കുന്തിഭോജന്റെ വളർത്തുമകളായിരുന്ന കുന്തി ചെറുപ്പത്തിൽ ദുർവാസാവ് മഹർഷിയെ ശുശ്രൂഷിക്കുകയും അദ്ദേഹത്തിന്റെ പ്രീതി സമ്പാദിക്കുകയും ചെയ്തു. സന്തുഷ്ടനായ മഹർഷി അവൾക്കൊരു വരം നൽകി. ഏത് ദേവനെ മനസ്സിൽ ധ്യാനിച്ചാലും ആ ദേവനിൽ നിന്നൊരു പുത്രൻ ജനിക്കും. കൗമാരത്തിന്റെ കൗതുകത്തിൽ ആ മന്ത്രം പരീക്ഷിക്കാൻ അവൾ തീരുമാനിച്ചു. സൂര്യദേവനെ മനസ്സിൽ ധ്യാനിച്ചു. മന്ത്രത്തിന്റെ ശക്തിയാൽ സൂര്യദേവൻ പ്രത്യക്ഷപ്പെടുകയും അവൾക്കൊരു പുത്രനെ നൽകുകയും ചെയ്തു. കവചകുണ്ടലങ്ങളോടുകൂടി തേജസ്വിയായ ഒരാൺകുഞ്ഞ്. പക്ഷേ അവിവാഹിതയായ ഒരു രാജകുമാരിക്കൊരു കുഞ്ഞുണ്ടായാൽ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന അപമാനം എത്ര വലുതായിരിക്കും? ലോകത്തെ പേടിച്ച് തന്റെ കുഞ്ഞിനെ എന്തു ചെയ്യണമെന്നറിയാതെ ആ അമ്മ പകച്ചുനിന്നു. ഒരു നിമിഷം ആ അമ്മയുടെ മാനസികാവസ്ഥയൊന്ന് ഓർത്തുനോക്കൂ. തന്റെ രക്തത്തിൽ പിറന്ന സൂര്യനെപ്പോലെ തിളങ്ങുന്ന തന്റെ ഓമനപുത്രനെ നെഞ്ചോട് ചേർക്കാൻ കൊതിച്ച ആ അമ്മയ്ക്ക് ലോകത്തെ പേടിച്ചവനെ ഉപേക്ഷിക്കേണ്ടി വന്നു. നെഞ്ചുപൊട്ടുന്ന വേദനയോടെ അവൾ ആ കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി ഗംഗാനദിയിലൊഴുക്കി. ആ പെട്ടി ഒഴുകിപ്പോകുമ്പോൾ കരയിൽ തളർന്നിരുന്ന് കരയുന്ന ആ അമ്മയുടെ ചിത്രം. ഒരമ്മയ്ക്കും ആ അവസ്ഥ വരുത്തരുത് എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുപോകും. ആ കുഞ്ഞാണ് പിന്നീട് സൂതപുത്രനായി വളർന്ന ലോകം കണ്ട ഏറ്റവും വലിയ ദാനധീരനും വീരനുമായ കർണനായി മാറിയത്. കർണന്റെ ജീവിതം മുഴുവൻ വേദനയുടേതായിരുന്നു. സൂതപുത്രൻ എന്ന് വിളിച്ച് പലരും അവനെ അപമാനിച്ചു. രാജകുമാരനായി ജനിച്ചിട്ടും അവനൊരിക്കലും ആ സ്ഥാനവും സ്നേഹവും ലഭിച്ചില്ല. ഓരോ നിമിഷവും അവൻ അനുഭവിച്ച ആ അപമാനത്തിന്റെ എല്ലാം കാരണം അവനെ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരമ്മയുടെ നിസ്സഹായതയായിരുന്നു. കുന്തിയാകട്ടെ തന്റെ മകൻ ജീവിച്ചുണ്ടെന്നോ അവൻ എവിടെയാണെന്നോ അറിയാതെ ഒരു ജീവിതകാലം മുഴുവൻ ആ രഹസ്യം ഒരു കനൽ പോലെ ഹൃദയത്തിൽ കൊണ്ടു നടന്നു. പാണ്ഡവരുടെ അമ്മയായി ഹസ്തിനപുരിയിലെ രാജ്ഞിയായി ജീവിക്കുമ്പോഴും അവരുടെ ഉള്ളിലെ ഒരമ്മ രാത്രികളിൽ ആരും കാണാതെ കരഞ്ഞിട്ടുണ്ടാകും. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നതെന്താണ്? അമ്മമാരെടുക്കുന്ന ചില തീരുമാനങ്ങൾ, ചിലപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടെടുക്കുന്ന തീരുമാനങ്ങൾ ഒരു തലമുറയെ മുഴുവൻ വേട്ടയാടിയേക്കാം. പക്ഷെ അതിനർത്ഥം ആ അമ്മയ്ക്ക് സ്നേഹമില്ല എന്നാണോ? അല്ല. കുന്തി കർണനെ വെറുത്തിട്ടല്ല ഉപേക്ഷിച്ചത്, മറിച്ച് നിസ്സഹായത ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മുടെ അമ്മമാരും ചിലപ്പോൾ കടുത്ത തീരുമാനങ്ങൾ എടുത്തേക്കാം, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായി സംസാരിച്ചേക്കാം. പക്ഷെ അതിന്റെ പിന്നിൽ എപ്പോഴും നമ്മുടെ നന്മയ്ക്കു വേണ്ടിയുള്ള ചിന്തയുണ്ടാകും. ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാകും. അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ അവരെ കുറ്റപ്പെടുത്തുന്നത് എത്ര വലിയ തെറ്റാണ്. വർഷങ്ങൾ കടന്നുപോയി. പാണ്ഡവരും കൗരവരും നിപ്രമരീയമജായി മാറി. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ബന്ധങ്ങൾക്കും സ്നേഹത്തിനും സ്ഥാനമില്ലാതെ സഹോദരങ്ങൾ പരസ്പരം പോരടിക്കാൻ തയ്യാറായി നിന്നു. കൗരവരുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ ഉറ്റ സുഹൃത്തും മഹാധനുർധരനുമായ കർണനായിരുന്നു. കർണനുള്ളിടത്തോളം കാലം പാണ്ഡവർക്ക് വിജയം അസാധ്യമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോഴാണ് യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് കുന്തി ആ സത്യം ലോകത്തോട് വെളിപ്പെടുത്താൻ തീരുമാനിക്കുന്നത്. അല്ല, ലോകത്തോടല്ല, തന്റെ മകനോട് മാത്രം. ഒരു സന്ധ്യാസമയത്ത് ഗംഗാനദിയുടെ തീരത്തുനിന്ന് സന്ധ്യാവന്ദനം ചെയ്യുന്ന കർണന്റെ അടുത്തേക്ക് കുന്തി കടന്നുചെന്നു.
ആ അമ്മയുടെ ഹൃദയം പിടയുകയായിരുന്നു. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടുനടന്ന ആ രഹസ്യം തന്റെ മകനോട് പറയാൻ പോവുകയാണ്. മകനെ എന്ന് വിറയ്ക്കുന്ന ശബ്ദത്തോടെ അവർ വിളിച്ചു. കർണൻ തിരിഞ്ഞുനോക്കി. ഹസ്തിനപുരിയിലെ രാജമാതാവ്, പാണ്ഡവരുടെ അമ്മ, എന്തിനാണ് തന്നെ തേടി ഈ നദീതീരത്ത് വന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അങ്ങ് എന്നെയാണോ മകനെ എന്ന് വിളിച്ചത്? ഞാൻ സൂതപുത്രനായ രാധേയനാണ്, അങ്ങയുടെ മകനല്ല, കർണൻ ബഹുമാനത്തോടെ പറഞ്ഞു. കണ്ണുനീരോടെ കുന്തി പറഞ്ഞു, അല്ല മകനെ, നീ രാധേയനല്ല, നീ കൗന്ദേയനാണ്, എന്റെ മൂത്ത പുത്രൻ. സൂര്യദേവന്റെ അനുഗ്രഹത്താൽ എനിക്ക് ലഭിച്ച കനിയാണ് നീ. ആ വാക്കുകൾ ഒരു ഇടിമിന്നൽ പോലെയാണ് കർണന്റെ ഹൃദയത്തിൽ പതിച്ചത്. ജീവിതകാലം മുഴുവൻ കേൾക്കാൻ കൊതിച്ച ആ സത്യം, താനൊരു സൂതപുത്രനല്ല, രാജകുമാരനാണ്, പാണ്ഡവർ തന്റെ സഹോദരങ്ങളാണ്. ഒരു നിമിഷം കർണൻ സ്തബ്ധനായി നിന്നുപോയി. പിന്നെ അവന്റെ മുഖത്ത് വേദന നിറഞ്ഞൊരു പുഞ്ചിരി വിടർന്നു. അമ്മേ, അവൻ ചോദിച്ചു, എന്നെ നദിയിലൊഴുക്കിയപ്പോൾ ഇല്ലാത്ത ഈ സ്നേഹം ഇപ്പോൾ യുദ്ധമുഖത്ത് വെച്ചെന്തിനാണ്? എന്റെ സഹോദരങ്ങളെ കൊല്ലാൻ ഞാൻ വരുമെന്ന ഭയം കൊണ്ടല്ലേ അങ്ങിപ്പോൾ ഈ സത്യം വെളിപ്പെടുത്താൻ തീരുമാനിച്ചത്? ആ ചോദ്യത്തിനു മുന്നിൽ കുന്തിക്കുത്തരമില്ലായിരുന്നു. കർണൻ തുടർന്നു, എനിക്ക് ജന്മം നൽകിയത് അങ്ങാണ്, പക്ഷെ എന്നെ വളർത്തിയത് എന്റെ അമ്മ രാധയാണ്. ഞാൻ വീണപ്പോൾ എന്നെ താങ്ങിയത്, വിശന്നപ്പോൾ എനിക്ക് അന്നം തന്നത്, അപമാനങ്ങളിൽ എനിക്ക് തണലായത് ആ അമ്മയാണ്. ലോകം മുഴുവൻ എന്നെ സൂതപുത്രനെന്ന് പരിഹസിച്ചപ്പോൾ എന്റെ അംഗരാജ്യത്തെ രാജാവായി അഭിഷേകം ചെയ്ത് എനിക്ക് സ്ഥാനം നൽകിയത് എന്റെ സുഹൃത്ത് ദുര്യോധനനാണ്. ഇന്ന് യുദ്ധം വന്നപ്പോൾ എന്നെ രക്ഷിച്ച അവനെ ഞാൻ ഉപേക്ഷിക്കണമെന്നാണോ അമ്മ പറയുന്നത്? അതധർമ്മമാണ്. കുന്തിയുടെ കണ്ണുനീർ തോർന്നില്ല. അവർ അവനോട് മാപ്പിരന്നു. പാണ്ഡവരുടെ പക്ഷത്തേക്ക് വരാൻ കെഞ്ചി. അപ്പോൾ കർണനെന്ന ആ മഹാമനുഷ്യൻ ആ അമ്മയ്ക്കൊരു വാക്കുകൊടുത്തു. ആ വാക്കാണ് ഒരു മകന് തന്റെ അമ്മയോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം. അമ്മേ, ഞാൻ എന്റെ സുഹൃത്തിനെ ഉപേക്ഷിക്കില്ല. ഞാൻ കൗരവപക്ഷത്തുനിന്നേ യുദ്ധം ചെയ്യൂ. പക്ഷെ ഞാനൊരു കാര്യം വാക്കുതരുന്നു. ഈ യുദ്ധം കഴിയുമ്പോൾ അങ്ങയ്ക്ക് 5 മക്കൾ ബാക്കിയുണ്ടാകും. അർജുനനുമായി മാത്രമേ ഞാൻ എന്റെ പൂർണ്ണശക്തിയിൽ യുദ്ധം ചെയ്യുകയുള്ളൂ. ഞങ്ങളിൽ ഒരാൾ മരിക്കും. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അർജുനൻ. ബാക്കിയുള്ള 4 പാണ്ഡവരെയും ഞാൻ വധിക്കില്ല. അങ്ങനെ കുന്തിയുടെ മക്കൾ 5 പേർ എപ്പോഴുമുണ്ടാകും. ചിന്തിച്ചു നോക്കൂ ആ നിമിഷത്തെക്കുറിച്ച്. ജീവിതകാലം മുഴുവൻ തന്നെ ഉപേക്ഷിച്ച അമ്മയോടൊരു മകൻ കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും. തന്നെ വേദനിപ്പിച്ച ആ അമ്മയ്ക്ക് ഇനിയുമൊരു പുത്രദുഃഖമുണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന ആ വലിയ മനസ്സ്. അമ്മ ചെയ്ത തെറ്റിനു മാപ്പ് നൽകി ആ അമ്മയുടെ മാനം കാക്കാൻ സ്വന്തം ജീവൻ പോലും പണയം വെച്ച മകൻ. ഇതാണ് യഥാർത്ഥ പുത്രധർമ്മം. കർണന്റെ ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്താണ്? നമ്മുടെ അമ്മമാർക്ക് തെറ്റുകൾ പറ്റാം, മനുഷ്യരാണ്. അവരുടെ ചില തീരുമാനങ്ങൾ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ വേദന മനസ്സിൽ വെച്ചുകൊണ്ട് അവരെ ശിഷ്ടകാലം മുഴുവൻ വെറുക്കുന്നത് ശരിയാണോ? അവർക്ക് മാപ്പ് നൽകാൻ, അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണ്ടേ? കർണനെപ്പോലെ മഹാനായില്ലെങ്കിലും നമ്മുടെ അമ്മയുടെ കണ്ണുനീർ തുടയ്ക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളുണ്ടാകാം. ഒരുപക്ഷെ ചെറുപ്പത്തിൽ അമ്മ നമ്മളെ ഒരുപാട് വഴക്കു പറഞ്ഞിട്ടുണ്ടാകാം. അല്ലെങ്കിൽ സഹോദരങ്ങളുമായി താരതമ്യം ചെയ്ത് നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടാകാം. ആ മുറിവുകൾ ഒരുപക്ഷെ ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകാം. പക്ഷേ ആ അമ്മയുടെ സ്ഥാനത്തു നിന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്രയോ രാത്രികൾ അവർ നമുക്കുവേണ്ടി ഉറക്കമൊഴിച്ചിട്ടുണ്ടാകും. എത്രയോ വേദനകൾ അവർ നമ്മളെ അറിയിക്കാതെ ഉള്ളിലൊതുക്കിയിട്ടുണ്ടാകും. ആ സ്നേഹത്തിന്റെ കണക്ക് പുസ്തകത്തിനു മുന്നിൽ നമ്മുടെ ഈ ചെറിയ പരാതികൾക്ക് എന്തു വിലയാണുള്ളത്? കർണന്റെ ത്യാഗം ഒരു മകന് അമ്മയോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രായശ്ചിത്തമായിരുന്നു. അമ്മയുടെ കണ്ണിനേക്കാൾ വലിയൊരു കോടതിയും ഈ ലോകത്തില്ല എന്ന് ആ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി നമുക്ക് പുരാണത്തിലെ മറ്റൊരധ്യായത്തിലേക്ക് പോകാം. മാതൃസ്നേഹത്തിന്റെയും പുത്രധർമ്മത്തിന്റെയും മറ്റൊരു മുഖം കാണിച്ചു തരുന്ന ഒരു കഥ. ഇത് ശ്രവൺകുമാറിന്റെ കഥയാണ്. ഇന്നത്തെ പോലെ വാഹനങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാത്ത കാലം. അന്ധരായ മാതാപിതാക്കളെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിപ്പിക്കുക എന്നതായിരുന്നു ശ്രവൺകുമാറിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ആ മാതാപിതാക്കൾക്ക് ലോകം കാണാനുള്ള ഒരേയൊരു കണ്ണ് അവരുടെ മകനായിരുന്നു. അതിനായി ശ്രവൺകുമാർ എന്തു ചെയ്തുവെന്നോ? ഒരു വലിയ തണ്ടെടുത്ത് അതിന്റെ 2 അറ്റത്തും ഓരോ വലിയ കോമ കെട്ടിത്തൂക്കി, ഒന്നിൽ അച്ഛനെയും മറ്റൊന്നിൽ അമ്മയെയും ഇരുത്തി ആ തണ്ട് തോളിലേറ്റി അവൻ യാത്ര തുടങ്ങി. ആലോചിച്ചു നോക്കൂ, സ്വന്തം തോളിൽ അച്ഛനമ്മമാരെ ചുമന്നുകൊണ്ട് നാടുകൾ താണ്ടുന്ന ഒരു മകൻ. അവനതൊരു ഭാരമായിരുന്നില്ല. അതായിരുന്നു അവന്റെ ലോകം, അവന്റെ സന്തോഷം. ആ മാതാപിതാക്കളുടെ ഓരോ പുഞ്ചിരിയും അവന് സ്വർഗം കിട്ടിയതിന് തുല്യമായിരുന്നു. അവർക്ക് ദാഹിക്കുമ്പോൾ അവൻ നദികൾ തേടിപ്പോയി. അവർക്ക് വിശക്കുമ്പോൾ
അവൻ കായ്കനികൾ പറിച്ചുകൊണ്ടുവന്നു. രാവും പകലും വെയിലും മഴയും ഒന്നിനെയും വകവയ്ക്കാതെ അവൻ അവരെ ശുശ്രൂഷിച്ചു. ഇന്നത്തെ കാലത്ത് സ്വന്തം കാറിൽ അച്ഛനമ്മമാരെ ഒന്ന് പുറത്തു കൊണ്ടുപോകാൻ മടിക്കുന്ന, അവർക്ക് മരുന്നു വാങ്ങി നൽകാൻ സമയം കണ്ടെത്താനാകാത്ത നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട മുഖമാണ് ശ്രവൺകുമാറിൻ്റേത്. അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു വനപ്രദേശത്ത് വെച്ച് അവന്റെ മാതാപിതാക്കൾക്ക് അതിയായി ദാഹിച്ചു. മകനോട് അവർ വെള്ളം ചോദിച്ചു. ഉടൻ തന്നെ ശ്രവൺ ഒരു പാത്രവുമായി അടുത്തുള്ള സരയൂ നദിയിലേക്ക് പോയി. രാത്രിയുടെ നിശബ്ദതയിൽ അവൻ പാത്രത്തിൽ വെള്ളം കോരുന്ന ശബ്ദം ഒരു മൃഗം വെള്ളം കുടിക്കുന്ന ശബ്ദമായി അയോധ്യയിലെ രാജാവായിരുന്ന ദശരഥന് തോന്നി. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ദശരഥൻ അസ്ത്രമെയ്തു. ഒരു മനുഷ്യന്റെ ദീനമായ നിലവിളിയാണ് പിന്നീട് അദ്ദേഹം കേട്ടത്. ഓടിച്ചെന്ന് നോക്കിയപ്പോൾ രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന ഒരു യുവാവ്. മരിക്കുന്നതിനു മുൻപ് ശ്രവൺ ദശരഥനോട് പറഞ്ഞു, അങ്ങ് എന്നെയല്ല കൊന്നത്, എന്റെ അന്ധരായ മാതാപിതാക്കളെയാണ്. അവർ ദാഹിച്ചു തളർന്നെന്നെ കാത്തിരിക്കുകയാണ്. ദയവായി ഈ വെള്ളം അവർക്കെത്തിക്കണം. ഇത് കേട്ട് ദശരഥന്റെ ഹൃദയം തകർന്നുപോയി. അദ്ദേഹം ആ വെള്ളവുമായി ശ്രവണിന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് ചെന്നു. കാലൊച്ച കേട്ട് അവർ ചോദിച്ചു, മകനെ, നീ എന്താ ഇത്ര വൈകിയത്? ദശരഥന് ഒന്നും മിണ്ടാനായില്ല. വിറയ്ക്കുന്ന ശബ്ദത്തോടെ അദ്ദേഹം നടന്നതെല്ലാം പറഞ്ഞു. തങ്ങളുടെ ഏക ആശ്രയമായ മകൻ മരിച്ചുവെന്ന വാർത്ത കേട്ട് ആ അച്ഛനും അമ്മയും അലമുറയിട്ടു. ആ കണ്ണുനീരിൽ, ആ ഹൃദയം പൊട്ടിയ വേദനയിൽ നിന്നൊരു ശാപം പുറത്തുവന്നു. നമ്മൾ എങ്ങനെയാണോ ഇന്ന് പുത്രദുഃഖത്താൽ മരിക്കുന്നത്, അതുപോലെ നീയും ഒരുനാൾ പുത്രദുഃഖത്താൽ ഹൃദയം പൊട്ടി മരിക്കും. ആ ശാപമാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം രാമൻ വനവാസത്തിനു പോയപ്പോൾ ദശരഥന്റെ ജീവനെടുത്തത്. കണ്ടില്ലേ, ഒരമ്മയുടെ ഹൃദയം വേദനിച്ചാൽ ആ വേദനയിൽ നിന്നുയരുന്ന വാക്കിന് പ്രപഞ്ചത്തെപ്പോലും മാറ്റിമറിക്കാൻ ശക്തിയുണ്ട്. ശ്രവൺകുമാറിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് മാതാപിതാക്കളെ സേവിക്കുന്നതിനേക്കാൾ വലിയൊരു തീർത്ഥാടനമില്ല എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അമ്മമാർ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? പണമോ വില കൂടിയ സമ്മാനങ്ങളോ വലിയ വീടുകളോ അല്ല. അവരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് വേണ്ടത് നമ്മുടെ കുറച്ച് സമയമാണ്. സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം, ആശ്വാസം നൽകുന്ന ഒരു വാക്ക്, ഞാനുണ്ട് കൂടെ എന്ന ഒരു ഉറപ്പ്. നമ്മൾ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചരികിൽ വരുന്ന അമ്മയോട് ഒന്ന് മിണ്ടാതിരിക്കുമോ, എനിക്ക് തലവേദനയാണ് എന്നു പറയുമ്പോൾ ആ അമ്മയുടെ ഉള്ളിലൊരു കടലിരമ്പുന്നുണ്ട്. നമ്മൾ കൂട്ടുകാരുമായി മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കും. പക്ഷേ ദിവസവും അമ്മയോട് 5 മിനിറ്റ് സംസാരിക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല. ഈ തിരക്കുകൾക്കെല്ലാം അവസാനം ഒരുനാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ സ്നേഹം നമുക്ക് നഷ്ടമായി കഴിഞ്ഞിരിക്കും. അന്ന് വിലപിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഈ ശരീരം നശ്വരമാണ്, പക്ഷേ ആത്മാവ് അനശ്വരമാണ് എന്ന്. അതുപോലെ ഈ ലോകത്തിലെ ബന്ധങ്ങളും പലപ്പോഴും താൽക്കാലികമാണ്. സുഹൃത്തുക്കൾ വരും പോകും, സ്ഥാനമാനങ്ങൾ ഇന്നു വരും നാളെ പോകും. പക്ഷേ ഒരു ബന്ധം മാത്രം, അത് ജനനം മുതൽ മരണം വരെ നമുക്കൊപ്പം ഒരു നിഴൽ പോലെയുണ്ടാകും. അത് അമ്മയുമായുള്ള ബന്ധമാണ്. ആ ബന്ധത്തിന്റെ വേരറക്കുന്നത് നമ്മൾ നിൽക്കുന്ന ഭൂമി പിളർന്നു പോകുന്നതുപോലെയാണ്. അമ്മയാണ് നമ്മുടെ ആദ്യത്തെ ഗുരു. അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിനു മുൻപേ സ്നേഹം എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ച ഗുരു. പക്ഷേ നമ്മൾ ആ ഗുരുവിനെ ഇന്ന് എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ വലിയ വീടുകൾ പണിയും, പക്ഷേ ആ വീട്ടിലെ ഏറ്റവും ചെറിയ വെളിച്ചം കുറഞ്ഞ മുറി അമ്മയ്ക്ക് നൽകും. നമ്മൾ വില കൂടിയ ഭക്ഷണം ഹോട്ടലുകളിൽ നിന്ന് കഴിക്കും, പക്ഷേ അമ്മയ്ക്കിഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് നമ്മൾ ചോദിക്കില്ല. നമ്മുടെ മക്കളുടെ ജന്മദിനം നമ്മൾ ആഘോഷമാക്കും, പക്ഷേ അമ്മയുടെ ജന്മദിനം ഏതാണെന്ന് പോലും നമ്മൾ ഓർക്കില്ല. നമ്മളവർക്ക് പണം അയച്ചു കൊടുക്കും, എന്നിട്ട് നമ്മുടെ കടമ കഴിഞ്ഞു എന്ന് സമാധാനിക്കും. പക്ഷെ അവർക്ക് വേണ്ടത് പണമല്ല, നമ്മുടെ സാമീപ്യമാണ്. മോനെ സുഖമാണോ എന്നൊരു ചോദ്യം കേൾക്കാനാണ് ആ ഹൃദയം തുടിക്കുന്നത്. ഓർത്തുനോക്കൂ, നിങ്ങൾ അവസാനമായി അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നത് എന്നാണ്? നിങ്ങളുടെ വിഷമങ്ങളെല്ലാം അവരോട് തുറന്നു പറഞ്ഞത് എന്നാണ്? അമ്മയുടെ കൈകൊണ്ടൊരുരുള ചോറ് വാങ്ങി കഴിച്ചിട്ട് എത്ര നാളായി? നമ്മൾ പറയും സമയമില്ല എന്ന്. എന്തിനാണ് നമുക്ക് സമയം? പണം സമ്പാദിക്കാൻ, സുഹൃത്തുക്കളോടൊപ്പം കറങ്ങാൻ, സോഷ്യൽ മീഡിയയിൽ ജീവിതം അപ്ഡേറ്റ് ചെയ്യാൻ. ഇതിനെല്ലാമിടയിൽ നമുക്ക് ജന്മം നൽകിയ ആ അമ്മയ്ക്കു വേണ്ടി 1 മണിക്കൂർ മാറ്റിവെക്കാൻ നമുക്കില്ല. എന്തൊരു വിരോധാഭാസമാണിത്! മഹാഭാരതത്തിൽ ഗാന്ധാരിയുടെ കഥ നമുക്കറിയാം. ദുര്യോധനന്റെ അമ്മ 100 മക്കളുടെ അമ്മയായിരുന്നിട്ടും ആ അമ്മയുടെ ഹൃദയം അവസാനം വരെ വേദനിച്ചു.
കാരണം മകൻ അധർമ്മത്തിന്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് ആ അമ്മയ്ക്ക് അറിയാമായിരുന്നു. അവരവനെ ഒരുപാട് ഉപദേശിച്ചു. മകനെ, പാണ്ഡവർ നിന്റെ സഹോദരന്മാരാണ്. അവർക്ക് അവകാശപ്പെട്ടത് നൽകുക. ഈ യുദ്ധം സർവനാശമുണ്ടാക്കും. പക്ഷേ ദുര്യോധനൻ അത് കേട്ടില്ല. അമ്മയുടെ വാക്കുകളെ അവൻ പുച്ഛിച്ചു തള്ളി. നിനക്ക്, സ്ത്രീയായ നിനക്ക് രാജ്യകാര്യങ്ങളിൽ എന്ത് കാര്യം എന്നു ചോദിച്ച് അവൻ ആ അമ്മയെ അപമാനിച്ചു. അതിന്റെ ഫലമെന്തായിരുന്നു? കുരുക്ഷേത്ര യുദ്ധത്തിൽ തന്റെ 100 മക്കളും മരിച്ചു വീഴുന്നത് ആ അമ്മയ്ക്ക് കാണേണ്ടി വന്നു. യുദ്ധം കഴിഞ്ഞ് രക്തം വീണ് ചുവന്ന ആ യുദ്ധഭൂമിയിൽ മക്കളുടെ മൃതദേഹങ്ങൾക്കിടയിൽ നിന്ന് ഗാന്ധാരി അലമുറിയിട്ടു. ആ അമ്മയുടെ ഹൃദയം പൊട്ടിയ വേദനയിൽ നിന്ന് വന്ന വാക്കുകൾ ഒരു ശാപമായി മാറി. അത് പിന്നീട് യദുകുലത്തിന്റെ നാശത്തിനു വരെ കാരണമായി. ഒരമ്മയെ വേദനിപ്പിച്ചാൽ, അവരുടെ കണ്ണുനീർ വീണാൽ, അതൊരു കുലത്തെ തന്നെ നശിപ്പിക്കാൻ ശക്തിയുള്ളതാണ് എന്ന് ഗാന്ധാരിയുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ശാപമെന്നത് ഒരു അന്ധവിശ്വാസമല്ല, അതൊരു പ്രകൃതി നിയമമാണ്. പ്രതിഫലം ഇച്ഛിക്കാത്ത സ്നേഹത്തെയാണ് നമ്മൾ വേദനിപ്പിക്കുന്നത്. ഒരു വിളക്ക് കത്തിച്ചു വെച്ചാൽ അത് വെളിച്ചം തരും. ആ വിളക്കിനെ നമ്മൾ അകാരണമായി തല്ലിക്കെടുത്തിയാൽ അവിടെ ഇരുട്ടു പരക്കും. അതുപോലെയാണ് അമ്മയുടെ സ്നേഹം. ആ സ്നേഹമാകുന്ന വിളക്ക് കെട്ടുപോയാൽ നമ്മുടെ ജീവിതത്തിൽ പരക്കുന്നത് ഇരുട്ടായിരിക്കും. കുറ്റബോധത്തിന്റെ, ഏകാന്തതയുടെ, പരാജയത്തിന്റെ ഇരുട്ട്. കാരണം അമ്മയുടെ പ്രാർത്ഥനയേക്കാൾ വലിയൊരു രക്ഷാകവചം ഈ ലോകത്തില്ല. ആ കവചമാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തകർക്കുന്നത്. നമ്മുടെ ആധുനിക ജീവിതത്തിലേക്ക് വരാം. വിവാഹം കഴിഞ്ഞാൽ പല മക്കളും മാറുന്നത് കാണാം. അതുവരെ അമ്മയായിരുന്നു ലോകം. പക്ഷെ പുതിയൊരു ബന്ധം വരുമ്പോൾ അമ്മ ഒരു ഭാരമായി മാറുന്നു. പങ്കാളിയുടെ വാക്കുകേട്ട് അമ്മയെ ഒറ്റപ്പെടുത്തുന്ന മക്കൾ. നിങ്ങളുടെ അമ്മ എപ്പോഴും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്കിവിടെ സമാധാനമില്ല എന്നു ഭാര്യ പറയുമ്പോൾ അമ്മ കുറച്ചൊന്നും മിണ്ടാതിരിക്കാമോ എന്ന് ചോദിക്കുന്ന മകൻ. ആ നിമിഷം ആ അമ്മയുടെ ഹൃദയം എത്ര കഷ്ണങ്ങളായി നുറുങ്ങുന്നുണ്ടാകും. തന്നെക്കാൾ വലുതായി തന്റെ മകന് മറ്റൊരാൾ വന്നല്ലോ എന്ന ചിന്തയല്ല അവരെ വേദനിപ്പിക്കുന്നത്, മറിച്ച് തന്റെ മകൻ തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന വേദനയാണ് അവരെ വേദനിപ്പിക്കുന്നത്. പുതിയ ബന്ധങ്ങൾ തീർച്ചയായും പ്രധാനമാണ്. ഭാര്യയെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. പക്ഷേ അത് അമ്മയെ തള്ളിക്കളഞ്ഞുകൊണ്ടാവരുത്. അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇടയിലൊരു പാലമായി മാറാനാണ് ഒരു യഥാർത്ഥ പുരുഷൻ ശ്രമിക്കേണ്ടത്. രണ്ടുപേരെയും സ്നേഹിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണം. ഓർക്കുക, നിങ്ങളെ ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ ആ അമ്മയ്ക്കു പകരമായി ഈ ലോകത്ത് മറ്റൊന്നുമില്ല. ആ കടം നിങ്ങൾക്ക് എത്ര ജന്മമെടുത്താലും വീട്ടാൻ കഴിയില്ല. ഭാര്യയോടുന്ന സ്നേഹത്തിന്റെ പേരിൽ അമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടുചെന്നാക്കുന്ന മക്കളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അവർ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: നാളെ എന്റെ മകൻ എന്നോടിത് ചെയ്താൽ ഞാൻ സഹിക്കുമോ? കർമ്മഫലമെന്നത് ഭഗവത്ഗീതയിലെ ഒരു പ്രധാന തത്വമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നോ അതൊരു നാൾ നമുക്ക് തിരികെ ലഭിക്കും. ഇന്ന് നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറുന്നുവോ അത് കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. അവർക്ക് നമ്മൾ നൽകുന്ന സന്ദേശം അതാണ്. നാളെ നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളോട് ഇതേപോലെ പെരുമാറുമ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല. കാരണം ആ വിത്ത് പാകിയത് നമ്മൾ തന്നെയാണ്. ഒരു മരത്തിൽ നിന്ന് മാങ്ങയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നമ്മൾ നടേണ്ടത് മാവിൻ തൈയാണ്, മുൾച്ചെടിയല്ല. സ്നേഹം കൊടുത്താലേ സ്നേഹം തിരികെ ലഭിക്കൂ. ബഹുമാനം കൊടുത്താലേ ബഹുമാനം തിരികെ ലഭിക്കൂ. മഹാഭാരതത്തിൽ തന്നെ ഭീഷ്മരുടെ കഥ നോക്കൂ. അച്ഛനായ ശന്തനു മഹാരാജാവിന്റെ സന്തോഷത്തിനു വേണ്ടി തനിക്ക് ലഭിക്കേണ്ട സിംഹാസനം വേണ്ടെന്ന് വയ്ക്കുകയും ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയായിരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്ത പുത്രൻ. പിതാവിന്റെ ഒരാഗ്രഹത്തിനു വേണ്ടി സ്വന്തം ജീവിതം മുഴുവൻ ത്യജിച്ച ഭീഷ്മരെ ദേവവ്രതൻ എന്ന് ലോകം വാഴ്ത്തി. അച്ഛനോടുള്ള സ്നേഹം അദ്ദേഹത്തെ മഹാനാക്കി. ഇത് കാണിക്കുന്നത് മാതാപിതാക്കളുടെ സന്തോഷത്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ത്യാഗങ്ങൾക്കൊന്നും ഫലമില്ലാതാവില്ല എന്നാണ്. അത് നമ്മളെ കൂടുതൽ ശക്തരാക്കുകയേയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഓരോ വിജയത്തിനു പിന്നിലും ആ അമ്മയുടെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും ഒരു ഭാഗമുണ്ട്. നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നമുക്കൊപ്പം ഉറക്കമൊഴിച്ചിരുന്ന അമ്മ, നമുക്ക് ജോലി കിട്ടാൻ വേണ്ടി നേർച്ചകൾ നേർന്ന അമ്മ, നമ്മുടെ ഓരോ ചെറിയ നേട്ടത്തിലും നമ്മളെക്കാൾ കൂടുതൽ സന്തോഷിച്ച ആ അമ്മ. ആ അമ്മയുടെ മുഖത്താണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ദേഷ്യവും നിരാശയും തീർക്കുന്നത്. ഓഫീസിലെ ടെൻഷൻ, ബിസിനസ്സിലെ നഷ്ടം, സുഹൃത്തുക്കളോടുള്ള പിണക്കം, ഇതിന്റെ എല്ലാം ദേഷ്യം നമ്മൾ തീർക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്ത
ആ പാവം അമ്മയോടാണ്. കാരണം നമുക്കറിയാം, നമ്മൾ എത്ര വേദനിപ്പിച്ചാലും ആ അമ്മ നമ്മളെ ഉപേക്ഷിച്ചു പോകില്ല എന്ന്. ആ ഉറപ്പാണ് നമ്മൾ പലപ്പോഴും മുതലെടുക്കുന്നത്. ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ ലോകത്ത് നിരുപാധികമായ സ്നേഹം അഥവാ അൺകണ്ടീഷണൽ ലവ് എന്നു പറയാൻ ഒന്നു മാത്രമേയുള്ളൂ. അത് അമ്മയുടെ സ്നേഹമാണ്. നമ്മുടെ എല്ലാ കുറവുകളോടും കൂടി നമ്മളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരേയൊരാൾ. നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്താലും, ലോകം മുഴുവൻ നമ്മളെ തള്ളിപ്പറഞ്ഞാലും സാരമില്ല, ഞാൻ കൂടെയുണ്ട് എന്നു പറയാൻ ആ അമ്മ മാത്രമേ ഉണ്ടാകൂ. അങ്ങനെയുള്ളൊരമ്മയുടെ ഹൃദയം ഒരു വാക്കുകൊണ്ടെങ്കിലും വേദനിപ്പിക്കാൻ നമുക്കെങ്ങനെ കഴിയുന്നു? ചിലപ്പോൾ അമ്മമാർക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കാം. അവർക്ക് പുതിയ ടെക്നോളജിയെക്കുറിച്ച് അറിവുണ്ടാകില്ല. നമ്മൾ സംസാരിക്കുന്നതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതിന്റെ പേരിൽ അവരെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അപമാനിക്കുന്ന, അവരുടെ അഭിപ്രായങ്ങളെ പുച്ഛിക്കുന്ന മക്കളുണ്ട്. പക്ഷെ ഓർക്കുക, നമുക്ക് സർട്ടിഫിക്കറ്റുകളിലെ അറിവ് തന്നത് സ്കൂളുകളും കോളേജുകളുമായിരിക്കാം. പക്ഷെ ജീവിതമെന്താണെന്ന്, സ്നേഹമെന്താണെന്ന്, എങ്ങനെ വീണാലും എഴുന്നേൽക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചത് ആ അമ്മയാണ്. ലോകത്തിലെ ഒരു യൂണിവേഴ്സിറ്റിക്കും തരാൻ കഴിയാത്ത ജ്ഞാനമാണത്. ആ ജ്ഞാനത്തെയാണ് നമ്മൾ വിലകുറച്ച് കാണുന്നത്. ഒരമ്മയെ വേദനിപ്പിക്കുന്നത് ഒരു ക്ഷേത്രം തകർക്കുന്നതിന് തുല്യമാണ്. കാരണം അമ്മയുടെ ഹൃദയം ഒരു ക്ഷേത്രമാണ്. അവിടെ സ്നേഹവും വാത്സല്യവും കാരുണ്യവും മാത്രമേയുള്ളൂ. ആ ക്ഷേത്രത്തിലേക്ക് ചെളിവാരിയെറിയരുത്, ആ വിഗ്രഹം ഉടയ്ക്കരുത്. കാരണം ആ ക്ഷേത്രം തകർന്നാൽ നമ്മൾ അനാഥരായി പോകും. ലക്ഷങ്ങൾ സമ്പാദിച്ചാലും വലിയ പദവികളിലെത്തിയാലും അമ്മയില്ലെങ്കിൽ നമ്മൾ ആരുമല്ലാതായിത്തീരും. ആ ശൂന്യത നികത്താൻ പിന്നെ ഒന്നിനും കഴിയില്ല. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ വില നമ്മൾ അറിയില്ല. ആ തണൽമരം വീണുപോകുമ്പോഴാണ് ആ വെയിലിന്റെ കാഠിന്യം നമ്മൾ അറിയുക. ഇന്ന് ഈ നിമിഷം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം എല്ലാം മറന്ന് ആത്മാർത്ഥമായൊന്ന് ആലോചിക്കൂ. നിങ്ങളുടെ അമ്മ സന്തോഷവതിയാണോ? അവരുടെ മുഖത്ത് ആ പഴയ ചിരിയുണ്ടോ? അതോ നിങ്ങളുടെ തിരക്കുകൾക്കിടയിൽ അവരുടെ ചിരി എവിടെയോ നഷ്ടപ്പെട്ടുപോയോ? അവർക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. അവരുടെ ചെറിയ ചെറിയ സങ്കടങ്ങൾ, അവരുടെ ഒറ്റപ്പെടൽ, അവരുടെ ആശങ്കകൾ. പക്ഷേ മോൻ തിരക്കിലാണ്, അവനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി അവരതെല്ലാം ഉള്ളിലൊതുക്കുകയാവും. ഒരു ഫോൺ കോൾ, അതാണ് പലപ്പോഴും അവർ ആഗ്രഹിക്കുന്നത്. ദിവസത്തിലൊരിക്കലെങ്കിലും അമ്മേ സുഖമാണോ, ഭക്ഷണം കഴിച്ചോ എന്നൊരു ചോദ്യം. ആ ഒരു ചോദ്യം മതി അവർക്ക് ആ ദിവസത്തേക്കുള്ള ഊർജ്ജം മുഴുവൻ ലഭിക്കാൻ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപരിചിതർക്ക് ലൈക്ക് കൊടുക്കും, കമന്റ് ചെയ്യും. പക്ഷേ നമ്മുടെ സ്വന്തം അമ്മയുടെ ഒരു ഫോൺ കോൾ എടുക്കാൻ നമ്മൾ മടിക്കും. തിരക്കിലാണ്, പിന്നെ വിളിക്കാം എന്നു പറഞ്ഞ് നമ്മൾ ആ കോൾ കട്ട് ചെയ്യുമ്പോൾ ആ ഫോണിന്റെ അപ്പുറത്ത് ഒരു ഹൃദയം നിശബ്ദമായി കരയുന്നുണ്ടാവാം. നമ്മുടെ അമ്മമാരുടെ ലോകം വളരെ ചെറുതാണ്. അത് നമ്മളിൽ തുടങ്ങി നമ്മളിൽ അവസാനിക്കുന്ന ഒന്നാണ്. അവരുടെ പ്രാർത്ഥനകളിൽ, അവരുടെ ചിന്തകളിൽ എപ്പോഴും നമ്മൾ മാത്രമാണുണ്ടാവുക. നമ്മുടെ ചെറിയൊരു തലവേദന പോലും അവരെ അസ്വസ്ഥരാക്കും. നമ്മൾ യാത്ര കഴിഞ്ഞ് വീട്ടിലെത്താൻ വൈകിയാൽ ആ അമ്മയുടെ നെഞ്ചിൽ തീയാണ്. ആ സ്നേഹത്തിന്റെ, ആ കരുതലിന്റെ ആഴം നമ്മൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അവർക്ക് വേണ്ടി നമ്മൾ എന്ത് തിരികെ നൽകുന്നുണ്ട്? വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ഓരോ അമ്മയുടെ മുഖത്തും ഒരേയൊരു ഭാവമേ കാണാൻ കഴിയൂ, പ്രതീക്ഷയറ്റ കാത്തിരിപ്പിന്റെ ഭാവം. എന്റെ മകൻ വരും, എന്നെ കൂട്ടിക്കൊണ്ടുപോകും എന്ന് സ്വയം വിശ്വസിച്ച് ഗേറ്റിനപ്പുറത്തേക്ക് കണ്ണു നട്ടിരിക്കുന്ന ആ അമ്മമാരുടെ ശാപമല്ല, അവരുടെ കണ്ണുനീർ മാത്രം മതി ഒരു തലമുറയുടെ സമാധാനം കെടുത്താൻ. രാമായണത്തിൽ രാമൻ വനവാസത്തിന് പോകുമ്പോൾ അമ്മയായ കൗസല്യയോട് പറയുന്ന ഒരു വാക്കുണ്ട്: അമ്മേ, അച്ഛനെ നന്നായി നോക്കണം, അദ്ദേഹത്തെ ഒരു കാരണവശാലും ദുഃഖിപ്പിക്കരുത്. നോക്കൂ, സ്വന്തം ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും രാമൻ ചിന്തിച്ചത് തന്റെ മാതാപിതാക്കളെക്കുറിച്ചാണ്. എന്നാൽ നമ്മളോ നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നു. നിങ്ങൾ കാരണമാണ് എന്റെ ജീവിതം ഇങ്ങനെയായത് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ വേദനിപ്പിക്കുന്നു. ഈ ലോകത്ത് നമുക്കെന്ത് നഷ്ടപ്പെട്ടാലും ഒരുപക്ഷെ തിരികെ ലഭിച്ചേക്കാം: പണം, ജോലി, വീട്, എല്ലാം. പക്ഷേ അമ്മയെ നഷ്ടപ്പെട്ടാൽ ആ സ്ഥാനത്ത് മറ്റൊരാളെ നമുക്ക് കിട്ടില്ല. ആ ശബ്ദം പിന്നീട് നമുക്ക് കേൾക്കാൻ കഴിയില്ല. ആ സ്നേഹം നമുക്ക് പിന്നീട് അനുഭവിക്കാൻ കഴിയില്ല. അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ്. കാരണം ദൈവത്തിന്റെ പ്രതിരൂപം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ആ ദൈവത്തെയാണ് പൂജിക്കേണ്ടത്, ആ കാൽക്കലാണ് നമസ്കരിക്കേണ്ടത്. ഈ വീഡിയോ കേട്ടുകഴിയുമ്പോൾ മറ്റൊന്നും ചിന്തിക്കരുത്. ഉടൻ തന്നെ നിങ്ങളുടെ അമ്മയെ വിളിക്കുക,
അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുക. ആ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുക. ആ കൈകളിൽ മുറുകെ പിടിക്കുക. അമ്മേ, ഞാൻ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നു മനസ്സു തുറന്ന് ഒന്നു പറയുക. ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച സമ്മാനമായിരിക്കും അത്. അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിൽ അത് സന്തോഷം കൊണ്ടായിരിക്കും. ആ കണ്ണുനീർ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളെയും കഴുകിക്കളയും, ഉറപ്പ്. അതുകൊണ്ട് ഒരിക്കലും ഒരൊറ്റ വാക്കുകൊണ്ടുപോലും നിങ്ങളുടെ അമ്മയെ വേദനിപ്പിക്കരുത്. കാരണം അമ്മയുടെ ഹൃദയം ഒരു കണ്ണാടി പോലെയാണ്. എളുപ്പത്തിൽ പൊട്ടിപ്പോകും. ആ പൊട്ടിയ കണ്ണാടിച്ചില്ലുകൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മുറിവേൽപ്പിക്കാൻ കഴിയും. രാമൻ അമ്മയുടെ വാക്കു പാലിച്ച് കാട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിന് നഷ്ടമായത് ഒരു രാജ്യമായിരിക്കാം. പക്ഷേ തിരികെ ലഭിച്ചത് മര്യാദാ പുരുഷോത്തമൻ എന്ന എക്കാലത്തെയും വലിയ സ്ഥാനമാണ്. കർമ്മൻ തന്നെ ഉപേക്ഷിച്ച അമ്മയ്ക്ക് മാപ്പ് നൽകിയപ്പോൾ അവൻ ദാനവീരൻ എന്നതിലുപരി സ്നേഹത്തിന്റെ ആൾരൂപമായി മാറി. നമ്മുടെ അമ്മമാരുടെ ത്യാഗങ്ങൾക്ക് മുന്നിൽ നമ്മളൊന്നുമല്ല. അവരുടെ ഒരു തുള്ളി കണ്ണുനീരിന് ഈ ഭൂമിയേക്കാൾ ഭാരമുണ്ട്. ആ കണ്ണുനീർ വീഴാൻ ഒരിക്കലും കാരണക്കാരാകരുത്. അവരുടെ പുഞ്ചിരിയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യം. ആ പുഞ്ചിരി മായാതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, ധർമ്മമാണ്. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ഈ ലോകത്തുള്ള എല്ലാ അമ്മമാരും സന്തോഷമായിരിക്കട്ടെ. അവരുടെ മക്കൾ അവരെ പൊന്നുപോലെ നോക്കട്ടെ. നിങ്ങളുടെ അമ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരു നിമിഷം പോലും വൈകരുത്. കാരണം ജീവിതം വളരെ ചെറുതാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് പങ്കുവയ്ക്കുക. ഒരുപക്ഷേ നിങ്ങളുടെ ഒരു ഷെയർ ഒരു മകന്റെയോ മകളുടെയോ മനസ്സു മാറ്റിയേക്കാം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല ചിന്തകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നമസ്കാരം.